അഡ്മിഷൻ സമയത്തുള്ള ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പല ആളുകൾക്കും അറിയില്ല. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എടാ, അഡ്മിഷൻ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി കുറച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരാളും ബി എന്ന് പറയുന്ന ഒരാളും ബിസിനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഈ ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾറെഡി പ്രോഫിറ്റ് വീതം വെക്കുന്ന ഒരു റേഷ്യോ ഉണ്ടാകില്ലേ? ഓൾറെഡി ഇവർ ആ പ്രോഫിറ്റ് വീതം വെച്ചോണ്ടിരിക്കുകയാണ്. ഓൾറെഡി അവർക്കൊരു ഷെയർ ഉണ്ട്. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരാള് പുതുതായിട്ട് ബിസിനസ്സിലോട്ട് കയറി വരുന്നത്, അതായത് ന്യൂ പാർട്ട്ണർ. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾറെഡി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ പ്രോഫിറ്റ് വീതം വെക്കുകയാണ്. അപ്പോഴാണ് ബിസിനസ്സിലോട്ട് അതിഥി വരുന്നത്, ന്യൂ പാർട്ട്ണർ വരുന്നത്. ന്യൂ പാർട്ട്ണർ, ഓക്കെ. സോ ഈ ന്യൂ പാർട്ട്ണർ വരുമ്പം ന്യൂ പാർട്ട്ണറിന് കൂടി ഇനി മുതൽ എന്ത് കൊടുക്കണം? പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓൾറെഡി എക്കും ബിക്കുമാണ് ഷെയർ ഉള്ളത്. അപ്പൊ ഇവർക്കുള്ള ഷെയറിൽ നിന്നും, ഇവർക്ക് ഓൾറെഡി ഉള്ള ഷെയറിൽ നിന്നും ഒരു ഭാഗം ആർക്ക് കൊടുക്കേണ്ടി വരും? ഈ പുതുതായിട്ട് കയറി വരുന്ന ആൾക്ക് വേണ്ടി വിട്ടു കൊടുക്കേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. യെസ് യെസ് യെസ്. അപ്പൊ ഓൾറെഡി ഉള്ള ഷെയർ, ആ ഓൾഡ് ഷെയറിൽ നിന്നും ഒരു ഭാഗം ആർക്ക് കൊടുക്കേണ്ടി വരും? പുതുതായിട്ട് കയറി വരുന്നയാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബിയും ചിലപ്പോൾ അങ്ങനെ തന്നെ. ബിക്ക് ഓൾറെഡി ഒരു ഷെയർ ഉണ്ടാവില്ലേ? കാരണം ഇവർ രണ്ടുപേരും ഓൾഡ് പാർട്ട്നേഴ്സാ. അതിൽ നിന്ന് ബിയും എന്ത് ചെയ്യേണ്ടി വരും? ഒരു പോർഷൻ, ഒരു ഭാഗം ആർക്ക് കൊടുക്കേണ്ടി വരും? പുതുതായിട്ട് കയറി വരുന്ന ആൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കും? വളരെ എളുപ്പമാണ്. അതായത് എക്ക് ഓൾറെഡി ഒരു ഷെയർ ഉണ്ട്, അതിന്ന് എ എന്ത് ചെയ്തു? കുറച്ച് ഭാഗം പുതുതായിട്ട് വരുന്ന ആൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? അതാണ് എയുടെ ന്യൂ ഷെയർ. അതാണ് എയുടെ ന്യൂ ഷെയർ. എടാ സിമ്പിൾ അല്ലേ? അതായത് ഓൾറെഡി എൻ്റെ കയ്യിൽ 10 മിഠായി ഉണ്ട്. ഒരു കുട്ടി ഒരു വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി വീട്ടിലോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് 2 മിഠായി ഞാൻ സാക്രിഫൈസ് ചെയ്തു. ബാക്കി എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 8 മിഠായി. എങ്ങനെ കിട്ടി? 10 - 2. അപ്പോൾ ഓൾറെഡിയിൽ നിന്ന് എത്രയാണോ സാക്രിഫൈസ് ചെയ്തത് അത് കുറച്ചാൽ ന്യൂ ഷെയർ കിട്ടും. എന്തൊരു എളുപ്പം. ഇനി ബീന്റെ എങ്ങനെയാണ് അടിക്കും? സെയിം. ബിക്ക് എന്തുണ്ട്? ഒരു ഓൾഡ് ഉണ്ട്. അതിൽ നിന്ന് ബി എത്രയോ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിയുടെ ന്യൂവും കിട്ടി അല്ലേ? ഇനി പുതുതായിട്ട് കയറി വന്നതാ ഇവനൊരു സി ആന്ന് വിചാരിക്കുക. ഇവന്റെ ഷെയറും കൂടി അറിഞ്ഞാലേ നമുക്ക് ന്യൂ റേഷ്യോ എഴുതാൻ പറ്റുള്ളൂ. അതായത് എയുടെ ഷെയർ എഴുതാം, ബിയുടെ എഴുതാം, ആരുടെയും കൂടി അറിയണം? സിയുടെയും കൂടി അറിയണം. കാരണം സി പുതുതായിട്ട് വന്ന ആളാ. അവനും കൂടി ന്യൂ ഷെയറിൽ, ന്യൂ റേഷ്യോയിൽ പാർട്ട്ണറാണ്. ഇനി മുതൽ പുതിയ പാർട്ട്ണറാണ്. അപ്പോൾ അവന്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കും? അവൻ ഓൾറെഡി ഓൾഡ് ഷെയർ ഇല്ലായിരുന്നു, അവനൊന്നും ഇല്ലാതെ കയ്യും വീശിയ വരുന്നത്. അപ്പൊ അവന് എങ്ങനെ അവന്റെ ഷെയർ കണ്ടുപിടിക്കും? എടാ, അവൻ ആകെ കിട്ടുന്നത് എ കൊടുത്ത ഈ ഷെയറും ബി കൊടുത്ത ഈ ഷെയറും അല്ലേ? അപ്പൊ സിയുടെ ഷെയർ എങ്ങനെയാ കണ്ടുപിടിക്കുക? സിയുടെ ന്യൂ ഷെയർ അല്ല, സിയുടെ ഷെയർ എങ്ങനെയാ കണ്ടുപിടിക്കുക? എയുടെ സാക്രിഫൈസ്, എ കൊടുത്തതും പ്ലസ് ബി കൊടുത്തതും. എടാ ചിന്തിക്കടാ. നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു കുട്ടി കയറി വന്നു. അപ്പൊ നിങ്ങൾ ഓൾറെഡി 2 മിഠായി കൊടുത്തു, നിങ്ങളുടെ ചേട്ടൻ 1 മിഠായി കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് മൊത്തം എത്ര മിഠായി ആയി? നിങ്ങൾ കൊടുത്ത 2 പ്ലസ് നിങ്ങളുടെ ചേട്ടൻ കൊടുത്ത 1. അപ്പൊ മൊത്തം 3 മിഠായിയേ കുട്ടിയുടെ കയ്യിലുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും സാക്രിഫൈസുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് ന്യൂ പാർട്ട്ണറിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സാധാരണ ന്യൂ പാർട്ട്ണറിന്റെ ഷെയർ ക്വസ്റ്റ്യനിൽ തരും. തന്നിട്ടില്ല എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾ ഇത്രയും ലോജിക്ക് ആദ്യം മനസ്സിലാക്കി വെക്കുക. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് ഷെയറിൽ നിന്നും അവർ എത്രയാണോ സാക്രിഫൈസ് ചെയ്തത് അത് കുറച്ചാൽ ഓരോരുത്തരുടെയും ന്യൂ ഷെയർ കിട്ടും. ഓക്കെ, ഇനി ന്യൂ പാർട്ട്ണറിന്റെ ന്യൂ ഷെയർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. തന്നിട്ടില്ല എങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ലോജിക്ക്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാകും. ശ്രദ്ധിച്ചു നോക്കൂ. അക്ഷയും ഭാരതിയും പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ തന്നെ മനസ്സിലായി അക്ഷയ് ഒരു ഓൾഡ് പാർട്ട്ണർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം അക്ഷയിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. അക്ഷയിന്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കും? അക്ഷയിന്റെ ഓൾഡ് ഷെയർ എടുക്കണം. അക്ഷയിന്റെ ഓൾഡ് ഷെയർ എത്രയാ? അക്ഷയും ഭാരതിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആ. അപ്പൊ അതിൽ അക്ഷയിന്റെ ഏതാ? ഈ 3 ആണ് അല്ലേ? അതായത് 3/3+2, അതായത് 3/5 ആണ് അക്ഷയിന്റെ ഷെയർ. അപ്പൊ അക്ഷയിന്റെ ഓൾഡ് ഷെയർ എത്രയാ? അക്ഷയിന്റെ ഓൾഡ് ഷെയർ 3/5 ആണ്. ഇനി അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അക്ഷയിന്റെ സാക്രിഫൈസ് കുറച്ചാൽ എന്ത് കിട്ടും? അക്ഷയിന്റെ ന്യൂ ഷെയർ കിട്ടും. അപ്പൊ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അക്ഷയിന്റെ സാക്രിഫൈസ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ക്വസ്റ്റ്യൻ നോക്കാം. അതായത് അക്ഷയ് പുതുതായിട്ട് വന്നയാൾക്ക് വേണ്ടി എത്ര സാക്രിഫൈസ് ചെയ്തു അതാണ് നമുക്ക് അറിയേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കാം. ദേ അഡ്മിറ്റ് ദിനേശ്. ഓക്കെ, ദിനേശിനെയൊക്കെ അഡ്മിറ്റ് ചെയ്തു. ആരെങ്കിലും വരട്ടെ ഒരു ന്യൂ പാർട്ണർ ആയിട്ട്. ദിനേശിന് എത്ര കൊടുക്കണം? മൊത്തം 1/5 ആണ് ദിനേശിന്റെ ഷെയർ. അപ്പൊ ന്യൂ പാർട്ണർ ഷെയർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് അക്ഷയ് എത്ര കൊടുത്തു അതാ നമുക്ക് അറിയേണ്ടത്. ദിനേശ്
he gets equally from Akshay and Bharati. Okay, അതായത് മൊത്തം ദിനേശിന് 1/5 ആണ് വേണ്ടത്. ആ 1/5 ആരാ കൊടുത്തത്? അക്ഷയും ഭാരതിയും കൊടുത്തു. എങ്ങനെ? പകുതി പകുതി, ഈക്വലി. അതായത് മൊത്തം 1/5 വേണം. അതെങ്ങനെയാ കൊടുത്തത്? ഒരു പകുതി ആര് കൊടുത്തിട്ടുണ്ടാവും? അക്ഷയും. മറ്റേ പകുതി ആര് കൊടുത്തിട്ടുണ്ടാവും? ഭാരതിയും കൊടുത്തു. അതുകൊണ്ടാണല്ലോ ഈക്വലി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ മൊത്തം അക്ഷയ്ക്ക് വേണ്ടത് 1/5. അപ്പൊ അതിന്റെ പകുതി എത്രയാ? അതിന് ഹാഫ് കൊണ്ട് കുടിച്ചാൽ അതിന്റെ പകുതി കിട്ടും. അപ്പൊ നോക്കൂ, 1/10 ആണ് 1/5ന്റെ പകുതി. ഓക്കെ, 1/5ന്റെ ഹാഫ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻറ്റു ഹാഫ് കൊണ്ട് 1/2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. 1/10 ആണ് പകുതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, 1/10 അക്ഷയിന്റെ കയ്യിൽ നിന്നും പിടിച്ചു, 1/10 ഭാരതിയുടെ കയ്യിൽ നിന്നും പിടിച്ചു. ക്ലിയർ ആണോ? അതായത് അക്ഷയ് സാക്രിഫൈസ് ചെയ്തത് 1/10 ആണ്, ഭാരതി സാക്രിഫൈസ് ചെയ്തതും 1/10 ആണ്. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഒന്നുകൂടി ഒന്ന് ബ്രെയിൻ ഒന്ന് അപ്ലൈ ചെയ്ത് ഫോക്കസ് ചെയ്ത് നോക്കടാ. അപ്പൊ ഇതാ 3/5 ആണല്ലോ അക്ഷയുടെ ന്യൂ ഷെയർ, 3/5 ആണല്ലോ. അപ്പൊ ഈ 3/5 ആണല്ലോ അക്ഷയുടെ ഓൾഡ് ഷെയർ. ഇതിൽ നിന്നും അക്ഷയുടെ സാക്രിഫൈസ്, അക്ഷയ എത്ര സാക്രിഫൈസ് ചെയ്തത്? എല്ലാവരും 1/10 വെച്ചാൽ സാക്രിഫൈസ് ചെയ്തത്. അപ്പൊ അത് കുറയ്ക്കുക. അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്നത് 3/5, അതിൽ നിന്ന് അക്ഷയ് സാക്രിഫൈസ് ചെയ്ത 1/10 കുറച്ചാൽ കിട്ടുന്നതാണ് അക്ഷയുടെ ന്യൂ ഷെയർ. അപ്പൊ കുറച്ച് നോക്കൂ, ഇത് കുറച്ച് നോക്കൂ. 30 മൈനസ് 5 എന്തൊന്ന് 5 ഡിവൈഡഡ് ബൈ 50. ദാറ്റ് മീൻസ് 25/50 ആണ് ആൻസർ. അതായത് അക്ഷയുടെ ന്യൂ ഷെയർ എത്ര കിട്ടി? 25/50. ഇനി അടുത്തത് ഭാരതി എടുക്കാം. ഭാരതിയുടെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഭാരതീസ് ന്യൂ ഷെയർ, ഭാരതിയുടെ പുതിയ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കും? എടാ, ഭാരതിയുടെ ന്യൂ ഷെയർ അങ്ങനെ തന്നെ കണ്ടുപിടിക്കുക. എങ്ങനെ? ഓൾഡ് ഷെയറിന് സാക്രിഫൈസ് കുറയ്ക്കുക, അത് തന്നെയാ ലോജിക്ക്. അപ്പൊ ഭാരതിയുടെ ഓൾഡ് എവിടെ? 3:2 2 ആണ് ഭാരതിയുടെ പോർഷൻ. അതായത് 2/5 ആണ് ഭാരതിയുടെ ഓൾഡ് ഷെയർ അല്ലേ? അതിൽ നിന്നും ഭാരതിയുടെ സാക്രിഫൈസ് കുറയ്ക്കണം. സാമ്പാറേ, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, ഈക്വലി ആണ്. അതായത് അക്ഷയ് സാക്രിഫൈസ് ചെയ്യുന്നത് 1/10 ആണ്, ഭാരതി സാക്രിഫൈസ് ചെയ്യുന്നതും 1/10 ആണ്. ഈക്വലി അല്ലേ? അപ്പൊ ഇതാ 1/10 തന്നെയാണ് ഭാരതിയും സാക്രിഫൈസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാ കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും നോക്കൂ. 20 മൈനസ് 5 ഡിവൈഡഡ് ബൈ 50. ദാറ്റ് മീൻസ് 15/50. ഓക്കെ, 15/50. ഓക്കെ, ഇനി നമുക്ക് 2 ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ന്യൂ ഷെയർ കിട്ടി. ഇനി നമുക്ക് ന്യൂ പാർട്ട്ണർ ആയിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള ദിനേശിന്റെയും കൂടി ഷെയർ എഴുതണം. ദിനേശിന്റെ ഷെയർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, സാധാരണ ക്വസ്റ്റ്യനിൽ തരും. തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അക്ഷയുടെ സാക്രിഫൈസ് പ്ലസ് ഭാരതിയുടെ സാക്രിഫൈസ്. ഓക്കെ, ഇനി ദിനേശിന്റെ ഷെയർ തന്നിട്ടുണ്ട്, കാരണം 1/5 ഷെയർ ആണ് ദിനേശിന് മൊത്തം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 1/5 തന്നെയാണ് ദിനേശിന്റെ ഷെയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതായത് റേഷ്യോ പറയണമെങ്കിൽ ഈ അടിയിലുള്ള സാധനങ്ങളില്ലേ 3 പേരുടെയും അത് ഒരേപോലെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും 50 ആയതുകൊണ്ട് ഇതിനെ നമുക്ക് 50ലേക്ക് എത്തിച്ച് നോക്കാം. അപ്പൊ ഇവിടെ × 10 കൊടുക്കുക, ഇവിടെ × 10 കൊടുക്കുക. അപ്പൊ ഇതാ 10/50. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് റേഷ്യോ പറയാം. ഇതാ എല്ലാ അടിയിലും 50 ആയേ. അപ്പൊ എനിക്ക് ഇതാ 25:15:10. ഇതിനെ വീണ്ടും ചെറുതാക്കിക്കൂടെ? അല്ലേ? ഇത് എല്ലാത്തിനും 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 25-ൽ എത്ര 5 ഉണ്ട്? 5 5. 15-ൽ എത്ര 5 ഉണ്ട്? 3 5. 10-ൽ എത്ര 5 ഉണ്ട്? 2 5. അപ്പൊ 5:3:2 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ ഗ്ലൈസ്, ഓക്കെ സെറ്റ് അല്ലേ? ഇനി എക്സാമിന് ചോദിക്കുന്ന കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫിക്കൽട്ട് അല്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രെയിൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആകുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രാം ആൻഡ് ശ്യാം ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ദ റേഷ്യോ ഓഫ് 3:2. ഓക്കെ, വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ എഴുതാം. രാമിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കണം ആദ്യം അല്ലേ? റാംസ് ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കണം? രാമിന്റെ ഓൾഡ് ഷെയർ. ഇപ്പൊ രാമാകുമ്പോൾ രാമിന്റെ ഓൾഡ് ഷെയർ എത്ര? ഇതാ ഇവിടെ വീണ്ടും 3/5 ആണ് രാമിന്റെ ഓൾഡ് ഷെയർ. 3/5 ഇതാ 3:2 ആണ്. അതിൽ രാമിന്റെ പോർഷൻ 3 ആണ്. അപ്പൊ 3/5 ആണ് ഓൾഡ് ഷെയർ. അതിൽ നിന്നും രാം സാക്രിഫൈസ് ചെയ്തത് കുറയ്ക്കണം. ഓക്കെ, അപ്പൊ റാം എത്ര സാക്രിഫൈസ് ചെയ്തു എന്ന് അറിയണമെങ്കിൽ ക്വസ്റ്റ്യൻ ബാക്കി വായിക്കണം. ദേ അഡ്മിറ്റ് ഘനശ്യാം. ഓക്കെ, പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതാ റാം സറണ്ടർ ഞാൻ വിട്ടുകൊടുത്തു. സാക്രിഫൈസ് ചെയ്യുന്ന തുല്യം തന്നെ അല്ലേ? റാം സാക്രിഫൈസ് ചെയ്തു എത്ര? 1/4. നിന്നില്ല ഓഫ് ഹിസ് ഷെയർ. എടാ, ഈ ഓഫ് എന്ന വേർഡ് കണ്ടാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ കണ്ണൊന്ന് നിർത്തണം. ഓക്കെ, റാം സാക്രിഫൈസ് എത്രയാ? 1/4 ആണോ? അല്ല, അത് ബാക്കിയും കൂടി വായിക്കണം. 1/4 ഓഫ് ഹിസ് ഷെയർ. അപ്പൊ അത് മലയാളത്തിൽ വായിക്കി. രാമിന്റെ ഷെയറിന്റെ 1/4 റാം സാക്രിഫൈസ് ചെയ്തു. ഒന്നുമില്ല, റാമിന് ഓൾറെഡി ഒരു ഷെയർ ഉണ്ടല്ലോ, ഒരു ഓൾഡ് ഷെയർ ഉണ്ടല്ലോ, അതിന്റെ 1/4. അത് എത്രയാണോ അതിന്റെ 4/1 ഭാഗം.
അല്ലാതെ 4/1 അല്ല. ദാറ്റ് മീൻസ് 1/4 എന്നൊരു എമൗണ്ട് അല്ല സാക്രിഫൈസ് ചെയ്തേക്കുന്നത്. റാമിന് ഓൾറെഡി എത്ര ഷെയർ ഉണ്ടോ അതിന്റെ 1/4. അപ്പൊ ഈ ഓഫ് എന്ന വേർഡ് കണ്ടാൽ നിങ്ങൾ അവിടെ പെൻസിൽ കൊണ്ടൊരു ഇൻഡു മാർക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പൊ എളുപ്പമായി. ഓഫ് എന്ന വേർഡ് കണ്ടാൽ പെൻസിൽ വെച്ചൊരു ഇൻഡു മാർക്ക് ഇടുക. അതായത് 1/4 ഇൻഡു ഹിസ് ഷെയർ. അതാണ് സാക്രിഫൈസ് ചെയ്തത്. അതാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇതാ സാക്രിഫൈസ് എങ്ങനെ കണ്ടുപിടിക്കും? 1/4 ബ്രാക്കറ്റിൽ ഇടുക. 1/4 ഓഫിന് എന്തിടണം? ഇൻഡു ഇടണം. ഹിസ് ഷെയർ, അതായത് അവന്റെ ഷെയർ എത്രയാ? ഇതാ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ, ഇതാ 3/5. 3/5 ആണല്ലോ റാമിന്റെ ഷെയർ അല്ലേ? അപ്പൊ ഇതാ 3/5. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ റാം സാക്രിഫൈസ് എത്രയാ? 1/4 അല്ല, 1/4 ഇൻറ്റു ഹിസ് ഷെയർ, അതായത് 1/4 ഇൻറ്റു അവന്റെ ഷെയർ. ഓക്കെ, ഇനി എന്താ ഉത്തരം കിട്ടും നോക്കാം. അപ്പം 3/5 ഇനി ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ബ്രാക്കറ്റിൽ എത്ര ചെയ്യുമ്പോൾ 1 3 4 × 5 20. അപ്പൊ ഇതാ 3/5 മൈനസ് ഇത് 2 ചെയ്യുമ്പോൾ 3/20 എന്ന് കിട്ടും. അപ്പൊ 3/5 3/20 കുറച്ചാൽ ആൻസർ കിട്ടി. എത്രയാടാ? 60 മൈനസ് 15 ഡിവൈഡഡ് ബൈ 100. അപ്പൊ 45/100 കിട്ടും. 45/100 കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. അടുത്തത്. ഓക്കെ, ശ്യാമിന്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കും? ശ്യാമേ യെസ് പപ്പ. ശ്യാമിന്റെ ഓൾഡ് ഷെയർ മൈനസ് ശ്യാമിന്റെ സാക്രിഫൈസ് അല്ലേ? ശ്യാമിന്റെ ഓൾഡ് ഷെയർ എത്രയാ? ഇതാ 2 ആണ് ഇവിടെ ശ്യാമിന്റെ അല്ലേ? അപ്പൊ ഇതാ 2/5 മൈനസ് ഇനി ശ്യാം സാക്രിഫൈസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. താഴോട്ട് ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ ആൻഡ് ശ്യാം സറണ്ടർ ചെയ്തു. എത്ര? 1/3 ആണോ? 1/3 മാത്രം പറഞ്ഞെങ്കിൽ നമുക്ക് 1/3 എന്ന് എഴുതിയതായിരുന്നു. പക്ഷെ അല്ല, ഓഫ് ഉണ്ട്, ഹിസ് ഷെയർ. ഇവിടെ ഓഫിന് പകരം ഫ്രം ആയിരുന്നെങ്കിലോ അപ്പോഴും 1/3 തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇൻറ്റു എഴുതണ്ട. ഓഫ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു ഇട്ട് വെക്കണം. അപ്പൊ ഇതാ 1/3 ഇൻറ്റു ഹിസ് ഷെയർ ആണ് ആര് സാക്രിഫൈസ് ചെയ്തത്? ശ്യാം സാക്രിഫൈസ് ചെയ്തത്. അപ്പൊ 1/3 ഓഫിന് പകരം ഇൻറ്റു. ഇനി ശ്യാമിന്റെ ഷെയർ എത്രയാ? നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ. 2/5 ആണ് ശ്യാമിന്റെ ഷെയർ. അപ്പൊ ശ്യാമിന്റെ ഷെയറിന്റെ 1/3 ആണ് ശ്യാം സാക്രിഫൈസ് ചെയ്തത്. അപ്പൊ ഇതാ 2/5 എടുത്തെഴുതി മൈനസ് ബ്രാക്കറ്റിനുള്ളിലുള്ളത് സോൾവ് ചെയ്തിട്ട് എഴുതണം. അതായത് 1 × 2 2, 3 × 5 15. ഓക്കെ, അപ്പൊ ഇതാ 30 മൈനസ് 10 ഡിവൈഡഡ് ബൈ 75. സോ 20/75 കിട്ടും. 20/75 കിട്ടും. ഓക്കെ, ഇനി അടുത്തതാരാ? ഘനശ്യാമാണ് പുതിയ പാർട്ട്ണർ. ഘനശ്യാംസ് ഷെയർ. ഘനശ്യാമിന് എത്ര ഷെയർ ഉണ്ട്? നോക്കുക. ഘനശ്യാമിന് ക്വസ്റ്റ്യൻ വായിക്കുക. ഘനശ്യാമിന്റെ ഷെയർ തന്നിട്ടില്ല. യെസ്, ഈ ക്വസ്റ്റ്യനിൽ ന്യൂ പാർട്ട്ണറുടെ ഷെയർ തന്നിട്ടില്ല. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചത് ഇപ്പൊ ഉപകാരമായില്ലേ? ന്യൂ പാർട്ട്ണറിന്റെ ഷെയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ ഇതാ റാം സാക്രിഫൈസ് എത്രയാ? ഇതേ ഇൻറ്റു ഇത്, അതായത് 3/20 ആണ് റാം സാക്രിഫൈസ് ചെയ്തത്. ശ്യാം സാക്രിഫൈസ് എത്രയാ? ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2/15. അപ്പൊ അത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. 3/20 പ്ലസ് 2/15. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടൂടാ? ഓക്കെ, എത്ര കിട്ടി? സോ നോക്കൂ 85/300. അപ്പോൾ എല്ലാം വേറെ ഡിനോമിനേറ്റർ ആണ്. ഇനി ഏറ്റവും നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിനെ ഒക്കെ സെയിം ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഡിനോമിനേറ്റർ എങ്ങനെയൊക്കെ സെയിം ആക്കാന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇവിടെ 100 ഉണ്ട്, ഇവിടെ 75 ഉണ്ട്, ഇവിടെ 300 ഉണ്ട്. 3 അറ്റത്താണ്. പക്ഷേ എല്ലാത്തിനും നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കൂ? 5 വെച്ച് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തൂടെ? എല്ലാത്തിനും 5 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടൊന്ന് സെയിം ആക്കാൻ പറ്റും നോക്കൂ. അപ്പൊ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ 45/5 എത്ര കിട്ടിയടാ? 100/5. എല്ലാം 5 വെച്ച് ചെയ്താൽ 45 5 പോയി 9 100/5 20. അപ്പൊ ഇതാ 20/9 എത്തിക്കാം നമുക്കിതിനെ. ഇനി ഇവിടെ ആണെങ്കിലോ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഇവിടെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇതാ 4/15 എത്തിക്കാം. 4/15 എത്തിക്കാം അല്ലെ? ഇനി അടുത്തത് ഇവിടെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്ക്. ഇവിടെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 85 എത്ര 5 ഉണ്ട്? 17 5 ഉണ്ട്. 360 17/60 എത്തിക്കാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ചെറുതാക്കാൻ പറ്റി. പക്ഷെ സ്റ്റിൽ ഇതിന് ഒരേ ഡിനോമിനേറ്റർ എത്തിക്കാൻ പറ്റിയിട്ടില്ല അല്ലെ? ഇതാ ഇവിടെ 20 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. നമുക്ക് പണിയാം 20നെയും 15നെയും 60ലേക്ക് എത്തിച്ചാലോ? കാരണം അത് കോമൺ അല്ലേ? ബാക്കി 17 നമുക്ക് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ അധികം ടെൻഷൻ അടിച്ച് കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഇതുവരെയുള്ള പോർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അവസാനത്ത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്.
നിങ്ങൾ 10 + 1 ഒക്കെ ചെയ്ത പ്യുവർ ചെറിയ ചെറിയ ചോട്ട മാത്തമാറ്റിക്സ്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഐഡിയ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഡിനോമിനേറ്റർ ഏകദേശം സെയിം ആക്കിയാൽ മതി. അതായത് ഇതിനെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, മേലെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാ 27/60. ഇവിടെയോ, ഇവിടെ 4 വെച്ച് ഇവിടെയും 4 വെച്ച്, അപ്പോഴേ 60 ആവുള്ളൂ. അപ്പൊ 16/60. ഇവിടെ 17/60. ഓക്കേടാ. അപ്പൊ ഇത് 60 എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു 60, ഇവിടെ ഒരു 60, ഇവിടെ 60. അപ്പൊ 27:16:17. അപ്പൊ സാധാരണ ഇത്രയും ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യാനുള്ള അത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കണ്ട. ചിലപ്പോൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാത്തമാറ്റിക്സ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഇതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ. ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പാർട്ട് മാത്രമാണ്. നിങ്ങൾ എങ്ങനെ ചെയ്യണം, ഓൾഡിന്ന് സാക്രിഫൈസ് കുറച്ച് ന്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് ന്യൂ പാർട്ണറുടെ ഷെയറോ 2 സാക്രിഫൈസുകൾ തമ്മിൽ ആഡ് ചെയ്യും വേണം. ഓക്കെ, ഇനി ചില ഒരു ക്വസ്റ്റ്യനിൽ പ്രശ്നമുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ എത്ര സാക്രിഫൈസ് ചെയ്തു, എത്ര സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനൊന്നും തരില്ല. സാധാരണ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഓൾഡിന്ന് സാക്രിഫൈസ് കുറച്ച് ന്യൂ കണ്ടുപിടിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ, അനിലും വിശാലും പാർട്ണറാണ്, ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സുമിത് എന്ന് പറഞ്ഞ ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, 1/5 ഷെയർ ആണെന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, എത്ര ഈക്വലി ആണോ അല്ലെങ്കിൽ ഇത്രാന്നോ, അങ്ങനെ ഒരു ഇൻഫർമേഷനും എക്സ്ട്രാ തരാത്ത സിറ്റുവേഷൻ. കാരണം ബാക്കി ചുമ്മാ അങ്ങ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ ആരും എത്ര സാക്രിഫൈസ് ചെയ്തു അങ്ങനത്തെ ഒരു ഇൻഫർമേഷനോ ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ഓക്കെ, ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റേ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ കൂടുതൽ സാധ്യത. അഥവാ ഇങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് നിങ്ങൾ റിമൈനിങ് ഷെയർ എന്ന് പറയുന്ന ഒരു ഷെയർ കണ്ടുപിടിക്കുക. അതായത് പുതിയ ആൾക്ക് എത്ര വേണം, 1/5 ആണ് പുതിയ ആളുടെ ഷെയർ അല്ലേ. അപ്പം 1ന്ന് ഈ പുതുതായിട്ട് വേണ്ട ഈ ഇൻഫർമേഷൻ ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ 1/5 അങ്ങ് കുറയ്ക്കുക. 1ന്ന് 1/5 കുറയ്ക്കുക. അതായത് പുതിയ ആൾക്ക് എത്ര വേണോ അതങ്ങ് കുറയ്ക്കുക. അപ്പോൾ 1ന്ന് 1/5 കുറച്ചാൽ ബാക്കി 4/5. ഇതാണ് റിമൈനിങ് ഷെയർ. അപ്പോൾ പുതിയ ആൾക്ക് 1/5 കൊടുത്താൽ ബാക്കിയുള്ളതാണ് 4/5. ഈ 4/5 ആർക്ക് അവകാശപ്പെട്ടതാ, അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാ. കാരണം ന്യൂ പാർട്ട്ണറിന് 1/5 കൊടുത്തേ, മൊത്തം 1 ആണ്. അതിൽ നിന്ന് ന്യൂ പാർട്ട്ണറിന് 1/5 കൊടുത്തു. അതായത് 5ൽ 1 ഭാഗം കൊടുത്തു, ബാക്കി 5ൽ 4 ഭാഗം ബാക്കിയുണ്ട്. ആ 5ൽ 4 ഭാഗം അതായത് 4/5 അത് ആർക്ക് അവകാശപ്പെട്ടതാ, അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാ. അത് ഏത് റേഷ്യോയിൽ വീതിക്കണം, 3:2. കാരണം അവരെപ്പോഴും എന്ത് കിട്ടിയാലും ആ റേഷ്യോയിലായിരുന്നു വീതിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 4/5നെ അനിലിന്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കും, അനിൽസിന്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കും. അതായത് ഈ ബാക്കിയുള്ള 4/5നെ 3/5 അല്ലേ. അതായത് 3:2 എന്ന് പറയുമ്പോൾ 3/5 ആർക്ക് കിട്ടും, അനിലിന് കിട്ടും. അതായത് 12/25 ആർക്ക് കിട്ടും, അനിലിന് കിട്ടും. ഇനി വിശാലിന് എത്ര കിട്ടും, വിശാലിന്റെ ഷെയർ ദാ എഴുതുക. വിശാലിന് ദാ ഈ 4/5 തന്നെയാണ് റിമൈനിങ് ഷെയർ. ആ 4/5ന്റെ 2/5 ആർക്ക് കിട്ടും, വിശാലിനും കിട്ടും. അപ്പൊ 8/25. 12, 8. ഇനി പുതിയ പാർട്ട്ണർ സുമിത്താണ്. ഓക്കെ, സുമിത്ത് ആണ് പുതിയ പാർട്ട്ണർ. അപ്പൊ സുമിത്തിന്റെ ഷെയർ എത്രയാ സാറേ? സുമിത്തിന്റെ ഷെയർ എന്ന് പറയുമ്പം ഈ 1/5 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ 1/5. ഇനി ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി. 12, 8, 25. ഇത് ഈ 5നെയും കൂടി 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 25ലേക്ക് എത്തിക്കാം. അപ്പൊ 5/25. അപ്പൊ ഇതാ 12, 8, 5. 12:8:5. ഡിനോമിനേറ്റർ അല്ല 25 വെച്ച് തന്നെ സെയിം തന്നെ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇത്രയും എളുപ്പമാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്നും കൂടി വീഡിയോ ഒന്ന് കണ്ടു നോക്കണോ. സിമ്പിൾ ആണല്ലോ. ഓൾഡിന്ന് സാക്രിഫൈസ് കുറയ്ക്കുക, ന്യൂ കണ്ടുപിടിക്കുക, ഡിനോമിനേറ്റർ സെയിം ആക്കുക, ഒരുമിച്ച് എഴുതുക. ഡിനോമിനേറ്റർ സൈഡ് ആക്കുന്ന ഏരിയ മനസ്സിലായില്ല എന്ന് എന്നോട് പറയരുത്. കാരണം അത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്, നമ്മൾ 10ലൊക്കെ പഠിക്കുന്നതാണ്. ഓക്കേടാ, സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ലൈവിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. ടാറ്റാ, ബൈ, സീ യു.